ഞാൻ തിയേറ്ററില. തിയേറ്റർ തിയേറ്റർ. വന്നു 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 വന്നു. ഒരു മിനിറ്റ് മോനെ ഒന്ന് മാറി. അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്തോ മക്കളെ. പ്ലീസ് അച്ഛന് കുറച്ചു നേരം മതി. ഒന്ന് മാറൂ പ്ലീസ്. എന്തെങ്കിലും കാര്യം പറയാൻ മതി. ഇപ്പൊ തരാൻ ഒരു 5 മിനിറ്റ് ഓടാ അവിടുന്ന്. സോറി മാഷെ, 7:30 ഇറങ്ങിയാലേ സ്കൂളിലെത്താൻ പറ്റും. രാവിലെ തന്നെ എന്താ ഇതിന്റെ മുന്നിൽ? ഒന്നുമില്ല, ചുമ്മാ വേറെ ജോലിയില്ല. അമ്മേ സോറി മാഷെ. എന്താ മാഷെ? മാഷെ കുറച്ച് തിരക്കുണ്ട്, പോകട്ടെ. പ്ലീസ്. മാഷെ മാഷെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ഓ, ഇത് സത്യനാഥൻ മാഷ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റാ. മാഷെ ഇത് ജൂലിയൻ, അമലിന്റെ ഫിയാൻസിയാ. ഓ നമസ്കാരം. ഹലോ. മാഷെ ഞാൻ അവളൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നീ ചെല്ലേ ചെല്ലി ചെല്ലി. ബൈ ബൈ. ചിക്സിനെ നോക്കുമ്പോ ഇത്ര അർത്ഥി പാടില്ല. എന്താ ജില്ല, ഞാൻ വെറുതെ പിന്നെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാര്യം ഞങ്ങൾ ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. പക്ഷേ മാഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇവരുടെ കണ്ണിൽ മാത്രമേ നോക്കാവുള്ളൂ. കണ്ണിൽ നോക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവരിലേക്ക് നമ്മൾ തന്നെ ഡീസന്റ് പാർട്ടീസാണ്. അപ്പൊ അവരവരുടെ കണ്ണ് നമ്മുടെ കണ്ണിൽ തന്നെ എടുക്കും. ആ സമയം കൊണ്ട് ടപ്പേന്ന് നമുക്ക് വേണ്ട ഭാഗമൊക്കെ നോക്കി തീർത്തോളാം. പക്ഷേ പിടി കൊടുക്കരുത്, സംജാ? ഓ ഗുരു, സമ്മതിച്ചു. സാരമില്ല. എങ്ങനെ ഒരു റിയൽ കോഴി ആകണമെന്ന് ഞാൻ മാഷിനെ പഠിപ്പിച്ചുതരാം. അല്ല ഇന്നെന്ത് നേരത്തെ? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചില്ലേ, അത് തന്നെ കാരണം. FB-യിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. ആദ്യം നിങ്ങളാരോ പറ്റിക്കാൻ വേണ്ടി അയച്ചാന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, ഇന്ന് രാവിലെ അത് കൃത്യമായിട്ട് വന്നു. മലയാളത്തിലാണ് അയക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ആരാ മാഷിനെ അക്കൗണ്ട് കൊടുക്കാൻ സഹായിച്ചേ? മോൻ. അപ്പൊ പാസ്വേഡോ? അത് ഞാൻ തന്നെ. അതവന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ അതൊക്കെ അറിയാം. മാഷ് നോക്കോ, ഇതിൻ 3 വീക്സ് മാഷിനെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലെ പുലിയാക്കി മാറ്റും. ന്യൂ ജനറേഷനായ ഇതെന്താ വേഷന്ന് മനസ്സിലായേ? ഇത് ജെട്ടി വല്ല കളുസോലാത്ത സാധനമല്ലേ ബോസർ. ഇത് കൊച്ചിലെ കൊച്ചിങ്ങ മുതൽ കിളവന്മാര് വരെ ഇടുന്ന സാധനമാണിത്. മാഷ് നല്ലതേ ആ പഴയ കാവ്യമുണ്ട് തന്നെ. കാലം മാറുന്നതനുസരിച്ച് ഫാഷൻ നമ്മൾ ഇത്തിരി മാറ്റി പിടിക്കേണ്ടതാണ്ടമ്മേ. എന്നാ പിന്നെ പ്യാഷൻ മാത്രം മാറ്റി പിടിക്കണ്ട. ന്യൂ ജനറേഷനേ ഇപ്പൊ കപ്പിലാണ് ചായ കുടിക്കണത്. ഇതുമായിട്ട് നേരെ വ്യാൽക്കണിക്ക് ചെന്ന് ചാകാച്ചട്ട് നോക്കിന്നാലേ തൃശ്ശൂരാണെങ്കിലും കൊച്ചിയായിട്ടേ തോന്നുള്ളൂ. ആണ്. ആ പോകല്ലേ ഇവിടുന്ന്.
അമലേ, എനിക്കിപ്പോ ശരിക്കും നിങ്ങളോട് മതിപ്പ് തോന്നുക. നിങ്ങളെപ്പോലെ ലൈഫ് മനസ്സിലാക്കിയവര് ഞങ്ങളുടെ തലമുറയിൽ ഇല്ല പിള്ളേരെ. സത്യം പറഞ്ഞ എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി തന്നത് തന്നെ നിങ്ങളാ. എടാ, ഈ കളി നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെ? ആ പെണ്ണ് റിയലാണെന്നാ മാഷ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കുള്ള കാര്യം തുറന്നു പറയാം. ഇതിപ്പോ എങ്ങനെ പറയുന്ന? എങ്ങനെയായാലും വേണ്ടില്ല, ഈ പാവം രാജകുമാരൻ കളിക്കുന്ന ഞാനില്ല. ഒന്നിലൊരു മാഷല്ലടാ. ആ മെസ്സേജ് അയച്ചതും പുള്ളിയെ വട്ടാക്കിയതൊക്കെ നമ്മളാണ്. നമുക്ക് തുറന്നു പറയാം. വാ മാഷേ, മാഷേ, ഉം, ഞങ്ങൾക്ക് മാഷിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ. അല്ല. പണ്ട് പി ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ കൂട്ടിച്ചേർത്ത് സാലഭഞ്ചിക എന്നൊരു ഡാൻസ് പ്രോഗ്രാം പ്രിയ ചെയ്യുന്നത് കണ്ടിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത്. അതൊരു അബദ്ധമായി പോയിന്ന് മനസ്സിലായപ്പോഴേക്കും കുടുംബമായി, കുട്ടികളായി. ഫേറ്റ്. പക്ഷേ ഏതൊരാണും അയാളുടെ പെണ്ണിനെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടുമുട്ടെന്ന് പറയാറില്ലേ? എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അതിന് കാരണക്കാരായത് നിങ്ങളാ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. FBയിൽ വന്നൊരു മെസ്സേജിൽ നിന്നായിരുന്നു തുടക്കം. ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്കാണ് അയച്ചത്. പിന്നെ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. മാഷേ, ഞങ്ങൾ പറഞ്ഞു. ഞാനൊന്നും മുഴുവനാക്കട്ടോ. ചിന്തയിലും അഭിരുചിയിലുമൊക്കെ ഒരുപാട് സാമ്യമുള്ളൊരു പെൺകുട്ടി. എന്തുകൊണ്ട് മുമ്പ് കണ്ടുമുട്ടിയില്ല എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെ ഒരാൾ. ഞാനിതിനു മുമ്പ് അവളെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് അവളെ ഇൻ ആൻഡ് ഔട്ട് അറിയാം. ദാ, ഇതാണ് അവൾ. നീന കുരുവിള. ഇനി പറ, നിങ്ങൾക്ക് എന്താ പറയാ? സ്വഭാവത്തിലും രൂപത്തിലും അച്ഛൻ വേറൊരാളാവുമായിരുന്നു. അച്ഛൻ മാത്രമല്ല, ഞാനും.